പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും 10 പേർ മരിച്ചു എന്ന റിപ്പോർട്ട്. 50-ലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. ബാരിക്കേഡുകൾ തകർന്നതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ മഹാകുംഭമേള സ്പെഷ്യൽ ട്രെയിനുകൾ താത്കാലികമായി നിർത്തിവെച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പ്രധാനമന്ത്രി അനുശോചിച്ചിട്ടുണ്ട്. പക്ഷെ രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ, വാർത്താ ഏജൻസികളൊക്കെ ഈ വാർത്ത കൊടുക്കുമ്പോഴും ഔദ്യോഗികമായ അതിനൊരു സ്ഥിരീകരണം വന്നോ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? മറ്റ് വിശദാംശങ്ങൾ ഒരു ഉന്നതതല യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നല്ലോ. യാഥാർത്ഥ്യം ആളുകൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതായോ, എത്ര പേർ ആശുപത്രിയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചോ അവരുടെ ആരോഗ്യനില സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണവും ഉത്തർപ്രദേശ് സർക്കാർ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അതേസമയം ഇത്തരത്തിലൊരു അപകടമുണ്ടായതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അഖാഡകൾക്ക് സമീപമാണ് ഈ ബാരിക്കേഡ് തകർന്നതാണ് ഈ അപകടത്തിന് കാരണമെന്നും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. താനുമായി അവർ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗി ആദിത്യനാഥ് സ്ഥിരീകരിക്കുന്നു. കൂടാതെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം ഇത്തരത്തിൽ ഈ അപകടത്തെ തുടർന്ന് ഈ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അവിടേക്ക് എത്തുന്ന ആളുകൾ, കൂടുതലായ ആളുകൾ എത്തുന്നു. ഇന്ന് പ്രത്യേക സ്നാനം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളും കൂടി എത്തുന്നതോടെ തിരക്ക് വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണ നടപടികൾ ആരംഭിച്ചത്. കൂടുതൽ അർദ്ധസൈനികരെയും പോലീസിനെയും വിവിധ ഘാട്ടുകളിലായി വിന്യസിച്ചു. ഇന്ന് ഉച്ചവരെയും ഈ അഖാഡകളുടെ അമൃതസ്നാനം ഈ അപകടത്തെ തുടർന്ന് നടന്നിരുന്നില്ല. കാരണം അത്രത്തോളം വലിയ തിരക്ക് ഇപ്പോൾ കുംഭമേളയിലെ വിവിധ ഘാട്ടുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ത്രിവേണി സംഗം ഘാട്ടിൽ തന്നെയാണ്. അവിടേക്ക് ആളുകൾ പോകുന്നത് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നും എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുമാണ് സർക്കാർ അറിയിക്കുന്നത്. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. 10 മരണം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും അതിന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വിദേശ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പതുക്കെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് തന്നെ. പക്ഷെ പ്രധാനമന്ത്രി അതിൽ അനുശോചനം അറിയിച്ചപ്പോൾ അതിനൊരു സ്ഥിരീകരണമായി എന്നുള്ള രീതിയിലാണ്.